ഓക്കെ, സ്കൈലൻഡ് വോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിപ്പോൾ എവിടെയാണെന്നായിരിക്കും അല്ലേ? നമ്മളിന്നിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തേങ്ങാപട്ടണത്തിലാണ്. തേങ്ങാപട്ടണത്തെ നമ്മുടെ ഹാർബറിലാണ്. അവിടുത്തെ മീൻപിടുത്തങ്ങളും അവിടെ ബോട്ടുകൾ വന്ന് അടുക്കുന്നത്, നമ്മൾ കിണ്ണം കാച്ചി സ്രാവുകളും കാര്യങ്ങളും ഒക്കെ കിടക്കുന്നത്. അപ്പോൾ നമുക്കൊന്നൊന്ന് കണ്ടു നോക്കാം. ഇതുണ്ടോ ചേട്ടായി, നല്ല അടിപൊളി സ്രാവിനെയൊക്കെ വലിച്ചുകൊണ്ട് വരുന്നുണ്ടോ ബോട്ടിൽ നിന്ന്. തേയില അവിടെ നല്ല അടിപൊളി സാധനം, അടിപൊളി എന്താ അവർ വലിച്ചുകൊണ്ട് വരുന്നത്. ഇതൊക്കെ കാണാൻ പറ്റുന്നൊരു കാഴ്ച. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെയാണെന്നറിയോ നിങ്ങൾ? കന്യാകുമാരിക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ തേങ്ങാപട്ടണം എന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് നമ്മുടെ ഈ മീൻപിടുത്തങ്ങൾ. ഞങ്ങൾ രാവിലെ 5-6 മണിയായപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ സ്രാവുകളെയൊക്കെ ഇങ്ങനെ വലിച്ച് കയറ്റിയിട്ടിരിക്കുകയാണ്. അടിപൊളി മച്ചാനെ, അടിപൊളി. നമുക്കിതൊക്കെ ഒന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളെ കണ്ണൻ ജീവിക്കുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് വരെ ഇത്രയും ഇങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. നമ്മൾ ഇട്ടിരിക്കുക. നമ്മുടെ അവിടെ വരുന്ന വറ്റകളൊക്കെ അടിപൊളി. എന്താ പൊന്നോ, നല്ല കിണ്ണം കാച്ചി വറ്റ. ഇത് കണ്ടതിൻ്റെ പറഞ്ഞ വലിപ്പം തന്നെ കണ്ട, പേടിച്ച് പോകുന്നല്ലേ. ഇതാണ് നമ്മളവിടെ വന്ന് നമ്മൾ കഴിക്കുന്നത്. ഇതിപ്പോൾ പന്നികളായിട്ട് കണ്ട ഈ ബോട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കരക്കരയ്ക്ക് ഇറക്കുന്നൊരു ഭാഗമാണ്. നമ്മൾ അച്ചായിമാരൊക്കെ അച്ചായിമാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അവരൊക്കെ ഇങ്ങനെ വളരെ എന്താ പറയുക, ഇതൊന്ന് ഇറക്കി അവരുടെ ഉപജീവന മാർഗ്ഗമല്ലേ. അപ്പോൾ നമുക്കിത് വളരെ അതിശയകരമായിട്ട് തോന്നും, പക്ഷേ ഇവർക്കിത് അവരുടെ ഉപജീവന മാർഗ്ഗമാണ്. നമ്മളിവിടെ കാണുന്ന കൂന്തലാണ്. ചെറിയ കൂന്തലും വലിയ കൂന്തലും ഒക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി കൂന്തലുകൾ. പിന്നെ ഈ മീനിൻ്റെ പേര് എനിക്കറിയില്ല. ഇത് നല്ലത് ചുമന്ന മീൻ, ചോര പോലെ ഇരിക്കുന്ന നല്ല മീൻ. ചേട്ടാ ഈ മീനിൻ്റെ പേരെന്താ ചേട്ടാ? ഈ മീനിൻ്റെ പേരെന്താ? മാളുവൻ മീനാണിത്. അപ്പം ഞാനേ നിങ്ങളെ മനോഹരമായ ഒരു കാഴ്ച കാണിക്കാം. ഇത് കണ്ട തെരണ്ടിയാണ് കേട്ടോ ഈ കിടക്കുന്നത്. അടിപൊളി വലിച്ചു കയറ്റിയാണ് തെരണ്ടിയൊക്കെ കിടക്കണം. സ്രാവുകളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ്. ഏതാ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങും ടൂറിന് പോകേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ശരിക്കും ഇവിടെ വന്ന ഒരു ദിവസം ഇവിടെ നിന്നാലുണ്ടല്ലോ, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വളരെ മനോഹരമാണ്. സ്രാവുകളൊക്കെ ഇങ്ങനെ വെട്ടിയിട്ടിരിക്കുകയാണ്. ഇങ്ങനെ എന്താ പറയുക, ഈ വലിയ നമ്മുടെ നാട്ടിൽ പറയത്തില്ല, പോത്തിനെ എരുമേനെയൊക്കെ വെട്ടിയിട്ടിരിക്കുന്ന പോലെ നല്ല മനോഹരമായ ഒരു കാഴ്ച തന്നെയാണിത്. അവരോട് ഞാൻ പറയുകയാണ്, സമയം കിട്ടുന്നെങ്കിൽ നിങ്ങൾ വന്നത് ഇവിടെ തേങ്ങാപട്ടണത്ത് ഇവിടെ നല്ല അടിപൊളി മീനുകളും വള്ളങ്ങളും എന്താ പറയുക, നല്ല അടിപൊളി കാണാൻ പറ്റിയ ഒരു പ്രദേശമാണ്. ഇവിടെ വന്ന് നിങ്ങൾ കണ്ടുപോകണമെന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, ബൈ.